PR ഗിമിക്സ് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ മൊത്തത്തിൽ ഈ കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു 100 വട്ടം ആലോചിച്ച് പലയിടത്തും ചോദിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചില അപ്രിയ സത്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ അപ്രിയ സത്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതെല്ലാവർക്കും ഡൈജസ്റ്റ് ആകണമെന്നൊന്നും യാതൊരു വിധത്തിലുള്ള നിർബന്ധമില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയണം, അത് എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പരിശോധിക്കാം. ഇപ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്യുകയോ അങ്ങനെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കാം. ഞാനിത് ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല, അതിൻ്റെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഒരു ഡീപ്പ് ഫോളോവർ എന്ന നിലയിൽ ഏതാണ്ട് ഒരു ഡെക്കേഡിന് മുകളിലുള്ള ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. ഞാൻ കോണ്ടൻറ് ക്രിയേഷനൊക്കെ തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോണ്ടൻറ്റ്സ് നിരന്തരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില മേഖലകളിൽ ടോപ്പ് ടയർ ലീഗ്സിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും അപ്പോൾ അതിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ള കണക്ഷൻസും അതിൽ നിന്ന് വർക്ക് ചെയ്ത് നിന്നുണ്ടായിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ഈ വീഡിയോയുടെ ഒരു ഇൻഫർമേഷൻ പോയിന്റ് എന്ന നിലയിലൊക്കെ എനിക്ക് കാരണമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു PR ഗിമ്മിക്സ് ആയിരുന്നു. നമ്മളിപ്പോൾ ISL ഒക്കെ തുടങ്ങിയ സമയത്ത് നമ്മളിതാ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു. ISL തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 12 വർഷമായി. ഇപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് പോയിട്ട് ഏഷ്യ കപ്പിന് പോലും ഇത്തവണ യോഗ്യത നേടാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു അവസ്ഥ. നമുക്കിപ്പം സാഫ് നേഷൻസിനോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അന്ന് നമുക്ക് സാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ ബംഗ്ലാദേശിനോടോ അഫ്ഗാനിസ്ഥാനോടോ ഇനിയിപ്പം ഫ്യൂച്ചറിൽ ശ്രീലങ്കയും ഒക്കെ ആയിട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം വരുമെന്ന് പറയുന്നൊരു കാര്യം ഉറപ്പാണ്. കാരണം അവർ ആ രീതിയിൽ മുന്നേറിയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ പറയുന്ന ഒരു ലെവലിലേക്ക് ഉയർന്നില്ല എന്ന് പറയുന്നൊരു ഫാക്ടർ, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ലീഗ് ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലീഗ് ഭയങ്കര കളർഫുള്ളായി ഒരു ഗിമ്മിക്സ് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മുടെ ഫുട്ബോൾ ഡെവലപ്പ് ആകത്തില്ല എന്ന് പറയുന്നത്. ഇപ്പം ഇതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്ലേയേഴ്സിന് നല്ല രീതിയിലുള്ള സാലറി എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ പെർസെൻറ്റേജ് വൈസ് ഒക്കെ കൂടി വരികയാണ്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൽ എവിടെയാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് എന്ന് പറയുന്നൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 12 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ പീരീഡ് അല്ല. നമുക്കൊരു പ്ലെയറെ ഒരു യങ് ഏജിൽ വളർത്തി ഉയർത്തി ഇപ്പം ലെവലിൽ എത്തിക്കാൻ പറ്റുന്നൊരു വർഷമായിരുന്നു ഈ ഒരു 12 വർഷം. പക്ഷേ അത് കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് നമുക്കൊരു പ്രശ്നം. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വന്നത് എവിടെയാണ്? നമ്മളുടെ മെയിൻ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോയി. അപ്പം ഈ പറയുന്ന യൂത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് വരാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പ്ലേയേഴ്സ് പൂള് ചെറുതാകുന്നതും നമ്മൾ ഈ OCA പ്ലേയേഴ്സിനെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നതും ഒക്കെ. ആ ഒരു ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഏഷ്യൻ നിലവാരത്തിലേക്കെങ്കിലും ഒരു ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ISL തുടങ്ങാൻ നിൽക്കുന്ന സമയമായിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ടോം ബയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ ഫുട്ബോൾ എക്സ്പേർട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ജപ്പാനിലൊക്കെ വർക്ക് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. യൂത്ത് ഡെവലപ്മെൻറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ISLൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ വന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നു. അദ്ദേഹത്തെ ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഫുട്ബോൾ എക്സ്പേർട്ട് എന്ന നിലയിൽ പലയിടത്തും വർക്ക് ചെയ്യുന്ന നല്ല നോളജുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഇന്ത്യയിൽ വന്നിട്ട് സംഭവിച്ചത് ഇപ്പോൾ ഈ ഒരു FSDLO ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിട്ട് ഒന്നും ഒരു മീറ്റിംഗ് നടന്നില്ല. അദ്ദേഹം ഒരു മുംബൈ ഇന്ത്യൻസിൻ്റെ മാച്ച് കണ്ടിട്ട് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം പിന്നീട് ആരൊക്കെയാണ് ഇത് ഏറ്റെടുത്തത്? കാരണം ഇവിടെ എങ്ങനെയാണ് ISL ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയത്? ഞാൻ പറഞ്ഞല്ലോ ഗ്ലാമറസ് ആയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലറി കാര്യങ്ങളല്ലാണ്ട് കുറച്ചും കൂടി പോപ്പുലറൈസ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ചില ക്ലബ്സും കാര്യങ്ങളിലും ഒക്കെ പല ഇല്ലാത്തിരുന്ന സ്ഥലത്തേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതെന്നാണ്. ഞാൻ ഈ ഒരു കാര്യമൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി വരുന്നത് 2019 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലായത്. പക്ഷേ ആ റിയാലിറ്റി നമ്മളെ കാര്യമായിട്ട് ഹിറ്റ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു 2-3 വർഷത്തിനിടയിലാണ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക, ഇപ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആ റിയാലിറ്റി ആയിട്ട് ഹിറ്റ് ചെയ്യുന്നതിന് 3-4 വർഷങ്ങളൊക്കെ എടുക്കുമായിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പം സഹായിക്കുമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു വന്നതൊന്നുമല്ല, നമുക്കിപ്പം രാജ്യത്ത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ഭയങ്കര ഒരു സെറ്റപ്പുള്ള ലീഗ് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ഭയങ്കര പെർഫോമൻസ് വരത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പം സൗദി അറേബ്യ ഏത് ലെവലിൽ കളിക്കേണ്ട ടീമായിരുന്നേനെ, അല്ലെങ്കിൽ ചൈനീസ് സൂപ്പർ ലീഗിൽ ഒരു സമയത്ത് വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് അറിയാമല്ലോ. അതേ സ്ഥാനത്ത് ഇപ്പോൾ ന്യൂസിലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ
ലീഗ് പോലും ഇല്ല, അവിടെ അമച്വർ ലീഗാണ്. എന്നിട്ട് കൂടി അവർ വേൾഡ് കപ്പ് കളിക്കുന്നു, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ വേൾഡ് കപ്പ് കളിക്കുന്ന പല രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ലീഗിൻ്റെയൊക്കെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. ഇവൻ അവിടെ പ്ലേയേഴ്സിന് കിട്ടുന്ന സാലറി പോലും നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ കിട്ടുന്നതിൻ്റെ സാലറിയേക്കാൾ എത്രയോ കുറവാണെന്നുള്ളതാണ്. അപ്പം അതാണോ യഥാർത്ഥ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പ്ലെയറിൻ്റെ ട്രാൻസ്ഫർ നടത്തുന്ന ചില ഗിമ്മിക്സുകൾ. ഞാൻ ഇന്നലെ പോലും അത് കണ്ടു. അതായത് ഒരു പ്ലെയർ, ആ പ്ലെയറിന് ഫോറിൻ ഓഫറുണ്ട്, ഇന്നൊരു ടോപ്പ് ലെവലുള്ള ക്ലബ്ബുമായിട്ട് ഓഫറുണ്ട്, അല്ലെങ്കിൽ ഈ കളിക്കാൻ പറ്റിയില്ല, ഒരു ജസ്റ്റ് മിസ്സായിരുന്നു, അതിന് ചില കാരണങ്ങളുണ്ട്, അവിടോട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ വിസ കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ ഇത് മുമ്പും ഒക്കെ പലവട്ടം കേട്ടിട്ടുണ്ട്. അതിനുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ആ പ്ലെയറെ ചിലപ്പോൾ ട്രയൽസിന് വിളിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പ്ലെയർ തന്നെ അങ്ങോട്ടൊരു ട്രയൽസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് നടത്തിയിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഈ പ്ലെയറിൻ്റെ ഏജൻറ്റോ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ എടുത്ത് പറയും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ചിലപ്പോൾ ആ ജേർണലിസ്റ്റുകൾ ഇത് അവരുടെ റിലയബിലിറ്റി വെച്ചിട്ട് ഇത് ജസ്റ്റ് റിപ്പോർട്ട് പോലെ എഴുതും. പക്ഷേ ഇതിൻ്റെ ഒരു ഔട്ട്കം വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് പെരുപ്പിച്ചിട്ടായിരിക്കും. അതായത് ഈ പ്ലെയറിന് ഓഫർ വന്നു, പക്ഷേ ഇന്ന കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്ലെയറിൻ്റെ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് നിൽക്കുമായിരിക്കും. അപ്പോൾ ആ പ്ലെയറിന് ഒരു ബെറ്റർ കോൺട്രാക്റ്റ് കിട്ടാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ക്ലബ്ബിൽ ബെറ്റർ ഓഫർ കിട്ടാനായിട്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. ബേസിക്കലി വിദേശത്തൊക്കെ പോയി നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് കളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കൂടും. ഇതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് ഒരു ഫ്രോഡ് പരിപാടിയാക്കി എടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ റീസെൻ്റ്ലി ഭയങ്കര ഇതായിട്ട് ഇപ്പം അതൊന്ന് കെട്ടണം കേട്ടോ, കേട്ടിരുന്നൊരു കാര്യമാണ്. ഇതാ നമ്മളുടെ നാട്ടിലെ പൊന്നോമന പുത്രൻ മാഡ്രിഡിലേക്ക് പറക്കുന്നു, ബാഴ്സലോണയിലേക്ക് പറക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പറ്റിപ്പ് പരിപാടിയാണെന്ന് മനസ്സിലാകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽസിനൊക്കെ സെലക്ഷൻ കിട്ടി, പക്ഷേ ഇനി ഒരു 10 ലക്ഷം രൂപ കൂടി വേണം, എങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരു മാസത്തെ ട്രയൽസ് അവിടെ കിട്ടും. ഇതൊക്കെയാണ് പറയുന്നത്. ഒരു സമയത്ത് മെയിൻ സ്ട്രീം മീഡിയാസൊക്കെ അടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും മെയിൻ സ്ട്രീം മീഡിയാസ് നമ്മുടെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാതെ പോകുന്നൊരു ഫാക്ടർ കൊണ്ടാണ് ഇതൊക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസീസ് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്ലേയേഴ്സിനെ ഈ ഒരു ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ വാങ്ങിച്ചിട്ട് എന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏജൻറ്റാണ്, അപ്പോൾ ഇതിൻ്റെ എന്തോ ഒരു വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ തപ്പി നോക്കി അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞെന്നുള്ളത്. പക്ഷേ ഇപ്പം നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയില്ല. അപ്പം ഇത് ഒരു ഭയങ്കര രീതിയിൽ വന്നിട്ട് ആയിരക്കണക്കിന് പ്ലേയേഴ്സാണ് ഇങ്ങനെ മേടിച്ച് പോയത്. അപ്പം സാമ്പത്തികം ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ ഇത് ട്രയൽസിന് പോയിട്ട് അപ്പോൾ അവർ വിചാരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസോ അവരുടെ അറിയാവുന്നവരൊക്കെ വിചാരിക്കുന്നത് ഇത് ഭയങ്കര സംഭവമാണ്, അവിടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ കരിയർ തന്നെ മാറിയും ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് പൈസ ഉണ്ടെങ്കിലും, ഫുട്ബോൾ കളിക്കാൻ പോലും അറിയണമെന്നില്ല, പൈസ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ചില സ്പാനിഷ് ലെവലിലുള്ള വളരെ ലോവർ ടയേഴ്സിലൊക്കെ കളിക്കുന്ന ക്ലബ്സ് ഉണ്ടാകും. ചിലപ്പം അമേച്ചർ ക്ലബ്സ് പോലും ആയിരിക്കും. ചിലപ്പോൾ അവരുടെ നാടിൻ്റെ പേര് ചിലപ്പോൾ ഒരു ക്ലബിൻ്റെ പേരായിരിക്കും ഫേമസ് ആയിട്ടുള്ള. അതായത് ബാഴ്സലോണയിൽ തന്നെ ഒത്തിരി കുഞ്ഞൻ ക്ലബ്സുകളുണ്ടാവും, അല്ലെങ്കിൽ മാഡ്രിഡിൽ തന്നെ അതേപോലത്തെ 100 കണക്കിന് ക്ലബ്സുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇവർ പോകുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പോകുന്നതിൻ്റെ പേരിൽ പണപ്പിരിവും പരിപാടികളൊക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം വരുന്നത്. ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ട്. അതായത് അങ്ങോട്ട് ക്യാഷ് കൊടുത്ത് ചില പ്ലേയേഴ്സ് വിദേശത്ത് കളിക്കുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നിട്ട് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ISലേക്ക് വന്നിട്ട് ഒരു ബെറ്റർ പാക്കേജും പരിപാടികളൊക്കെ കിട്ടണം ഇന്ന് ഒരു ഉദ്ദേശത്തിൽ കളിക്കുന്നതാണ്, അല്ലെങ്കിൽ നാഷണൽ കോളപ്പ് കിട്ടണം. അങ്ങനെ നാഷണൽ കോളപ്പ് കിട്ടിയ ആളുകൾ വരെ നമ്മുടെ ഇന്ത്യയിലുണ്ട് റീസെൻ്റ്ലി. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ പേരൻസിൻ്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അത് നേടിയെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ, നാഷണൽ ടീമിൽ കളിച്ച ഗവൺമെൻറ് ജോബ്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്ത് അവരുടെ ലൈഫ് ഒന്ന് സെക്യൂർഡായി കൊടുക്കുക എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ആണെങ്കിൽ കൂടി അവരുടെ ഹാർഡ് വർക്കും ടാലൻറ്റും കൊണ്ട് വിദേശ രാജ്യത്ത് പോയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില സ്കാമും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് തന്നെ അതൊരു പേരുദോഷമായിട്ട് മാറുമെന്നുള്ളതാണ്. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. ഈ ഫോറിൻ പ്ലേയേഴ്സ് തന്നെ ഇതിൻ്റെ രീതിയിൽ വരുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഈ ഒരു PR ചെയ്ത് അവർക്കൊരു ലൈം ലൈറ്റിലോട്ട് വരാൻ. അതായത് ഈ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളോ അവരൊക്കെ വഴിയിട്ട് മുട്ടിയിട്ട് ഇതേപോലത്തെ ഇന്ത്യൻ ക്ലബ്സിൽ കളിക്കാൻ താല്പര്യമുണ്ട്, ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പറയുക. അപ്പം ഇതാരെങ്കിലുമൊക്കെ ഒരു റൂമറായിട്ടൊക്കെ അടിച്ചു വിടുകയാണെങ്കിൽ ആ പ്ലെയറിന് അറ്റൻഷൻ കിട്ടും, അങ്ങനെ ഒരു ക്ലബ്ബ് കിട്ടും എന്നൊക്കെയുള്ള വിചാരിച്ച് ചെയ്യുന്നതാണ്. ഇനി അടുത്തൊരു കാര്യമാണ്, നമ്മളുടെ ഇന്ത്യയിലെ ടീമുകളൊക്കെ
മറ്റ് രാജ്യങ്ങളിൽ പോയി കളിച്ചിട്ട് അവിടെ റിസൾട്ടുകൾ ഭയങ്കര സംഭവമാണെന്ന രീതിയിൽ പെരുപ്പിച്ച്. ഇതിപ്പോൾ ഒന്നും ഉണ്ടായ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. എന്തിനു പറയുന്നു, നമ്മളുടെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ജൂനിയർ കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സ് പോലും ഇങ്ങനെ കളിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കിയിട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, 2017 മറ്റോ ഇന്ത്യ ഇറ്റലിക്കെതിരെ വിജയിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ളൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അണ്ടർ-17 വേൾഡ് കപ്പിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. അതന്ന് ഭയങ്കര വലിയ വാർത്തയാവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇറ്റാലിയൻ മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ ഇന്ത്യ ഇറ്റലിയുടെ ഒരു അണ്ടർ-17 ടീമുമായിട്ട് കളിച്ചിട്ടേ ഇല്ല എന്നുള്ള തരത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നറേറ്റീവ്സ് സൃഷ്ടിച്ചു വിടുന്നത് നമ്മളെന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു, വളർന്നു വരുന്നു, ഈ ടീമും പൊളിയാണ്, അങ്ങനത്തെയൊക്കെ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സോ അന്ന് ഇത് ഇന്ത്യൻ ഫുട്ബോൾ അറിയാവുന്ന ആളുകളുടെ സർക്കിളിൽ മാത്രമാണെങ്കിൽ ഇത് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആളുകളിലേക്കൊക്കെ വരെ എത്തിക്കഴിഞ്ഞു. മെയിൻ സ്ട്രീം മീഡിയാസ് വരെ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നുകില്ലെങ്കിലും ആ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെയുള്ളത് പറയും. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് വേറൊരു തരത്തിലുള്ള ഒരു ഹൈപ്പ് ബൂസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് യൂറോപ്പിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ അത് യൂറോ കപ്പാണ്, ലാറ്റിൻ അമേരിക്കയിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് കപ്പാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു നറേറ്റീവ്സ് ആണല്ലോ ഉള്ളത്. പക്ഷേ അത് ഏത് ലെവലാണ് എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ചിലപ്പോൾ ചില ക്ലബ്ബുകൾ ഇപ്പോൾ യൂറോപ്പിലുള്ള ഒരു ഭയങ്കര ടൂർണമെൻ്റ് ആണെന്ന് വെച്ചാൽ, ഈ യൂറോപ്പിലുള്ള യൂത്ത് ടൂർണമെൻറ്റിന് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. അതായത് അവിടെ എലൈറ്റ് ലെവൽ ഉണ്ടാകും, അതുപോലെ ഫുട്ബോൾ ഫെസ്റ്റിവൽസ് ഉണ്ടാകും. ഇപ്പോൾ എലൈറ്റ് ലെവലിൽ ചിലപ്പോൾ നല്ല ക്ലബ്സും കാര്യങ്ങളൊക്കെ കളിച്ചേക്കും, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫുട്ബോൾ ഫെസ്റ്റിവൽസും ഉണ്ടാകും. അപ്പോൾ ഇവിടെ കളിക്കുന്നത് ചിലപ്പോൾ അമച്വർ ടീമുകളൊക്കെ ആയിരിക്കും. ഞാൻ റീസെൻ്റ്ലി നമ്മുടെ നാട്ടിലൊരു അക്കാഡമിയുടെ ഇതേപോലുള്ള മാച്ചസ് കളിച്ച റിസൾട്ടൊക്കെ നോക്കിയ സമയത്ത് ഇതേപോലെ അമച്വർ ആയിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അവർ പക്ഷേ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇന്ത്യ അർജൻറ്റീനയെ തോൽപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അർജൻറ്റീനയെ തോൽപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതൊന്നും നോക്കണ്ട. നിങ്ങൾക്കറിയാവോ 2020-21 മറ്റോ ആണെന്ന് തോന്നുന്നു, അർജൻറ്റീനയുടെ അണ്ടർ-21 ടീമിനെ, സ്കലോണി പരിശീലനമായിട്ടുള്ള ടീമിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് പോലും ഇങ്ങനെ ഇന്ത്യ അർജൻറ്റീനയെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു, ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടില്ല. അത് നമുക്ക് ആഘോഷിക്കാം. പക്ഷേ അങ്ങനെ ആഘോഷിച്ചിട്ടുള്ള മാച്ചിൽ നിന്ന് വന്നിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പോലും ഇപ്പോൾ എവിടെ പോയി എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഇങ്ങനത്തെ ഒരു അമച്വർ ലെവലിൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വരുന്ന മാച്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സ്പെസിഫിക്കലി റീസെൻ്റ്ലി ഒരു അക്കാഡമി ഇതേപോലത്തെ ഒരു ഇംഗ്ലണ്ടിലേക്ക് ഏതൊരു ടോപ്പ് ക്ലബിനെ തോൽപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ക്ലബ്ബുകൾക്കെല്ലാം സോക്കർ സ്കൂൾസും റെസിഡൻഷ്യൽ അക്കാഡമീസും ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോക്കർ സ്കൂൾസ് എന്തായാലും ഉണ്ട്. അപ്പം ഇവർക്ക് ഓൾറെഡി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള യൂത്ത് ലീഗ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സിലൊക്കെ പൊതുവേ ഇവരുടെ മെയിൻ ടീംസും കാര്യങ്ങളൊന്നും വരത്തില്ല. ചിലപ്പോൾ മെയിൻ പ്ലേയേഴ്സിനെ ആരെങ്കിലുമൊക്കെ വിട്ടേക്കും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടേഴ്സും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ISL പ്ലേയേഴ്സിനെ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വാർത്തെടുക്കാൻ പറ്റും. ISL പ്ലേയേഴ്സിന് ഇപ്പോൾ ഒരുവിധം മിക്ക ക്ലബ്സിൻ്റെയും അക്കാഡമീസിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് KBFC നോക്കിയാലും പഞ്ചാബ് FC നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ BFC നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയല്ലല്ലോ. നമ്മൾ എലൈറ്റ് വേൾഡ് ക്ലാസ് മെസ്സി എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക. രണ്ടാമതൊരു മെസ്സിയെ അർജൻറ്റീനയ്ക്ക് പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെയ്തോട്ടെ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പ്രശ്നമില്ല. പക്ഷേ ഇത് വിജയിക്കുന്നതിൻ്റെ ഒരു ഫാക്ടർ എന്താണെന്ന് അറിയാം. ഇത് PR നറേറ്റീവായിട്ട് ഇത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മുടെ ഈ AIFF എന്ന് പറയുന്ന കുറേ ഊളകൾ കാരണമാണ്. അവന്മാർ അവിടെ ഇരുന്ന് മുടിപ്പിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കാണുമ്പോൾ പോസിറ്റീവായിട്ട് തോന്നും. അപ്പം അതിൻ്റെ രീതിയിൽ അവർ ആ ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളെടുക്കും, ആ ക്രൗഡ് ഫണ്ടിങ് തുടങ്ങും, അതുവഴി കിട്ടുന്ന സ്പോൺസേഴ്സിനെ കാര്യങ്ങളെടുക്കും, ഫ്യൂച്ചറിൽ ഈ പ്ലേയേഴ്സിന് ഒരു വാല്യൂ ഉണ്ടാക്കിയിട്ട് അത് ഇന്ത്യൻ ക്ലബ്സിന് തന്നെ സെല്ല് ചെയ്യുന്ന രൂപത്തിലേക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഈ അണ്ടർ കാറ്റഗറിയിൽ നമ്മൾ ഏത് ടൂർണമെൻറ്റ്സിന് പോയി കഴിഞ്ഞാലും നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമാണെങ്കിലും യൂത്ത് ടീമുകളാണെങ്കിലും എപ്പോഴും റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. അതിന് മുമ്പ് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുമായിരുന്നു. നമ്മൾ സൗദി അറേബ്യയോ അല്ലെങ്കിൽ വലിയ വലിയ കൺട്രീസിനെതിരെ വരെ റിസൾട്ട് ഉണ്ടാക്കും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഏജ് ഫ്രോഡ് എന്ന് പറയുന്നൊരു ഫാക്ടർ. ഇപ്പോൾ അത് ഇപ്പോഴും ഉപയോഗിക്കുന്ന അക്കാഡമികളുണ്ട്. ഈ റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് പറയുന്ന ഒരു ക്ലബ്ബ്, ആ ക്ലബിന് ഈ ഒരു ഫ്രോഡ് കാരണം ബാൻ കിട്ടിയിട്ട് കൂടിയുണ്ട് 3 വർഷത്തേക്ക്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കണം. നമ്മൾ പ്ലെയറുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്ലെയേഴ്സിൻ്റെ കാര്യം തീർച്ചയായിട്ടും ആ പ്ലെയേഴ്സൊക്കെ നല്ല രീതിയിൽ വളർന്നു വരട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിനൊരു നല്ല ഭാവി ഉണ്ടാകത്തുള്ളൂ. അവർ മോശമായിട്ട് ചെയ്യുന്നെന്നോ അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണെന്നോ ഒന്നും പറയുന്നില്ല. ഇപ്പം റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് FC, BFC, FC ഗോവയൊക്കെ ജപ്പാനിലൊരു ടൂർ പോയിട്ട് ലീഗ് ടോപ്പ് ക്ലബ്ബുകളാണ്. അവർക്കൊക്കെ എതിരെ വരെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്.
അത് നമ്മൾ വലിയ രീതിയിൽ വേൾഡ് കപ്പ് നേടിയെന്നോ യൂറോ കപ്പ് നേടിയെന്നോ ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ നെക്സ്റ്റ് ജെൻ കപ്പിൽ ഇതേപോലെ പഞ്ചാബ് എഫ് സി ഇംഗ്ലീഷ് ക്ലബ്ബുകളെ തോപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എക്സ്പോഷർ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സംഭവം അല്ല. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എക്സ്പോഷർ ട്രിപ്പ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ യൂത്ത് ഇതിൽ ടൂർണമെൻറ്റ്സിൽ പങ്കെടുക്കുന്നത് അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനെ രീതിയിൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്തത് ഒരു PR ഗിമ്മിക്സ് ആക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ 2-3 ട്വീറ്റ്സ് ഒക്കെ പങ്കുവെച്ച സമയത്ത് നമ്മുടെ നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോച്ചസ്, ഈ അക്കാഡമിയിലൊക്കെ അക്കാഡമിൻസ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇതിന് നല്ല രീതിയിൽ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട്, ഇതാണ് ഇതിൻ്റെ റിയാലിറ്റി, ഇത് പലർക്കും അറിയത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോഴത്തേക്കും അവർക്ക് ചിരിയാണ് വരുന്നത്. അവർക്ക് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റൈറ്റ് പാത്തിലല്ലല്ലോ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് പേഴ്സണലി എത്ര പേര് മെസ്സേജ് അയച്ചെന്നറിയോ. എന്താണെങ്കിലും ട്രസ്റ്റ് ചെയ്യാം, അവർ ഭയങ്കര സംഭവം ആക്കി അത് വരുത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അതർ സൈഡ് ഉണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം അതിൻ്റെ ഒരു ഔട്ട്കംസ് ഒരു നെഗറ്റീവ് സൈഡിൽ നമുക്ക് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഔട്ട്കംസ് എന്താണെന്നുള്ള വന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇതിൽ നിന്ന് ചിലപ്പോൾ നല്ല ചില ടാലൻസിനെയൊക്കെ നമുക്ക് ഇന്ത്യയിലേക്ക് കിട്ടിയേക്കാം. പക്ഷേ ഇതിനെ നറേറ്റ് ചെയ്യുന്നത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് എന്നുള്ളതാണ്. അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞാൻ 100 വട്ടം ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഞാൻ പറയുന്നത് അപ്രിയ സത്യങ്ങളാണെന്നറിയാം. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നിനക്കെന്താ എന്ന് പറയുന്ന ചോദ്യങ്ങൾ വരുമെന്നറിയാം. പക്ഷേ ആസ് ആൻ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ, ഈ പറയുന്ന ഒരു ഡെക്കേഡിന് മുകളിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എടുക്കാതിരിക്കാം. പിന്നെ ഞാൻ ഈ കമൻറ്റ് ബോക്സിലൊക്കെ കടന്ന് ഈ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും റിപ്ലൈ കൊടുക്കാനും ഒന്നും വയ്യാത്തതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ ഇതിനെ അങ്ങ് അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നൊരു ഉദ്ദേശമല്ല ഉള്ളത്. ഈ അവസാനത്തെ വിഷയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഒരു നറേറ്റ് ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് അത് റൈറ്റ് ആയിട്ടുള്ളതല്ല എന്ന് പറയുന്നതാണ്. അപ്പം പലർക്കും വിചാരിക്കാം ഇന്ത്യൻ ഫുട്ബോളിനെ നമ്മൾ ഒരു പോസിറ്റിവിറ്റി എന്ന നിലയിൽ ഇത് നല്ല രീതിയിൽ എല്ലാവരിലേക്കും എത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. അവിടെ പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ടൈമാണ്, ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളി, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാധനം, ഒരു കണ്ടൻറ്റ് എല്ലാവരുടെയും ഫീഡിലേക്ക് എത്തുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇത് ഭയങ്കര ഒരു ഇതായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിനെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഔട്ട്കംസ് വരത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് തന്നെ ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളെ ബൂസ്റ്റ് ചെയ്തിട്ട് പിന്നീട് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും, ഈ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പം വിഷൻ 2047 എന്നൊക്കെ പറഞ്ഞിട്ട് എന്മാതിരി ഗിമ്മിക്സ് ആയിരുന്നു അന്ന്. ഈ ഗിമ്മിക്സിനെയും കല്യാൺ ജോബയും ഒക്കെ അടിപൊളിയായിട്ട് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ എന്തെങ്കിലും ഒരു നല്ല നിലയിലേക്ക് എത്തുമെന്ന് പറയുന്നൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ആ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഫേക്ക് മിഷിഹാസ് ആരാണെന്നും റിയൽ സേവിയേഴ്സ് ആരാണെന്നും ഒക്കെ ഉള്ളത് ഏറെക്കുറെ നെല്ലും പതിരൊക്കെ തിരിച്ചറിയാനായിട്ട് ഇപ്പം നമുക്ക് കഴിയുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുന്നതിനും ഇന്ത്യൻ ഫുട്ബോളിന് ആരെന്ത് ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ആ ഒരു സപ്പോർട്ട് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉപയോഗിക്കാനായിട്ട് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത്രേ പറയാനുള്ളൂ. തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം. എനിക്കിനി കമൻറ്റ് ഇട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറിംഗ് ആയതുകൊണ്ടാണ് ഇനി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. ഇനിയിപ്പം വീഡിയോ അവിടെ കിടന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് കമ്മീഷൻ സൈനിങ് ഓഫ്.